മാധവി, പച്ചക്കറിയെല്ലാം വിറ്റ് കഴിഞ്ഞു? എല്ലാം വിറ്റില്ല. എല്ലാ വെള്ളത്തും കോഴിയും താറാവും കരിമീനും ഒക്കെയാ. ഈ പാവം പിടിച്ച വെണ്ടയ്ക്കും പാവയ്ക്കും ആർക്ക് വേണം? ശിവരാത്രി കാലത്താ ഞങ്ങൾക്ക് കോള്. മോളെ, പൊന്നുമോളെ, കുസൃതി കൊടുത്തേ. അവളുടെ കുസൃതി ഒന്നും പറയണ്ട. സകല വെള്ളത്തിലും അവളുടെ പരിചയക്കാരാണ്. ആണോ മോളെ? മോളെ. മാധവിക്ക് വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനൊരു ലോറി ഡ്രൈവറാണ്. അമ്മയും ഞാനും കൂടെ പച്ചക്കറി കൃഷികളെല്ലാം ചെയ്യും. അയ്യോ, രണ്ടുപേരും കൂടെ ഒരു പോസ്. അയ്യോ, കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അയ്യോ, എന്താണ് ഈ പെണ്ണ് കാണിച്ചിരിക്കുന്നത്? ആരാണത്? ആരെന്ന് എവിടുന്നില്ല, എല്ലാം പരിചയക്കാരാണ്. വസത്ത്. അല്ല, ഈ മുഖം മാത്രം എന്തിനാ ബാക്കിയിട്ടിരിക്കുന്ന? അതുകൂടെ അങ്ങ് മൂടായിരുന്നോ? നിങ്ങൾ എന്താ കാട്ടിയത്? കൊട്ട വീണ സാരമില്ലാന്ന് കുട്ടിയെ തല്ലിയ. കുട്ടിയായാലും കച്ചവടക്കാരന്റെ കൂടെ കൈയിട്ടെടുക്കാമോ? അവർക്ക് വേണ്ട ഞാത്തി മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതാ. കച്ചവടക്കാരൻ മനുഷ്യനല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാലേ പരീത് അങ്ങനെയല്ലാന്ന് വെച്ചോളെ. അല്ല, പരീതിയൊക്കെ ആറഞ്ചെല്ലാം വെള്ളത്തിൽ. എന്തിനാ ലീല കുഞ്ഞിനെ കരയിപ്പിക്കുന്നത്? അതിനെ തല്ലി. എന്തിനാടി അവളെ തല്ലിയത്? അവൾ അപ്പനില്ലാത്ത കുഞ്ഞല്ലേ. എന്റെ മോള് കരയാ. എന്നാ കാശ്. കരയണ്ട മോളെ, ഇത് കയ്യിൽ വെച്ചു. വേണ്ട, ഇങ്ങനെ കൊടുത്ത് കുട്ടിയെ ശീലിപ്പിക്കരുത്. നമ്മളിപ്പോ ഇങ്ങനെ ഒന്ന് ശീലിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു കുട്ടീനെ പോറ്റാനാണ് മോളെ നമ്മൾ ഈ ഓറഞ്ച് കോട്ടയം കൊണ്ട് വയസ്സുകാലത്ത് നടക്കുന്നത്. കുട്ടി ഇവിടുന്ന് പോണ വരെ ഒരു ഓറഞ്ച് നമ്മൾ ഈ മണപ്പുറത്ത് വെക്കണമെങ്കിൽ എന്റെ മോക്ക് നമ്മളൊന്ന് കൊടുത്തിട്ടേ പോകൂ. നമ്മള് പോണേ. ഒന്നെടുത്തോട്ടെ, ഒന്നെടുത്തോട്ടെ. ഒരു സ്നാപ്പ്. സ്നാപ്പോ? ഫോട്ടോ. ഫോട്ടോയോ? എടുത്തോ എടുത്തോ. ഈ കുട്ടി ഒന്ന് താഴെ തറക്കണമല്ലോ. ഞാൻ എടുത്തു വെക്കാം. അയ്യോ, ഞാൻ കുളിച്ചില്ലല്ലോ. അതൊക്കെ നാളെ. നാളെ ആ സ്നേഹിക്കടായിട്ട് കുളിക്കുന്നു. സ്നേഹിക്കടായിട്ട് നിന്നാലേ ഞാൻ എടുക്കുള്ളൂ. എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. എന്ന് ഫോട്ടോ എടുത്താ മതി. ഒരെണ്ണ എനിക്കും തരണം. ഓ യെസ്. കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. പൊയ്ക്കോ പൊയ്ക്കോ. കള്ള. പൊയ്ക്കോ, നാളെ ഫോട്ടോ തരാം. അപ്പൊ ഞാൻ പോട്ടെ. ഒന്ന് പിടി. വാ വാ. എടാ, മുല്ലയ്ക്ക വർക്കിയുടെ വള്ളക്കാരന്റെ കൊങ്ങായ്ക്ക് പിടിക്കാൻ വളർന്നവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോടാ? പൈലിച്ചേട്ടൻ പിടിച്ചെന്നാ കേട്ടത്. എടാ, എന്റെ ഈ കൈയുടെ അത്രയും വണ്ണവും കനുവും ഉണ്ടോടാ നിന്റെ പൈലിച്ചേട്ടന്? ആ നീർക്കോലി പൈല് ലാസറോട് എടുക്കാൻ വന്ന അവന്റെ എല്ലാം ഓടിച്ചു വിട്ടു.
ഇങ്ങനെ പറയില്ലേ പൈരിച്ചേട്ടൻ ആ റൂമിലെങ്ങാനും കാണും. അവനല്ല, അവന്റെ മുതലാളി തൊമ്മച്ചൻ വന്ന ലാസറിന് പുണ്യം. അവനല്ല, അവന്റെ മുതലാളി തൊമ്മച്ചൻ വന്ന ലാസറിന് പുല്ലാണ്. അത് ശരി. പോരാ. മുട്ട തേങ്ങയാണോടെ കൊഴ വളരെ ഞാൻ പറയുള്ളൂ എന്റെ ആൾക്കാർക്കറിയായോ ഹോമായിട്ട് നീ ആരെങ്കിലും നിന്റെ കൈ ഇടണം കേട്ടോ ഉറ മുട്ട ഉണ്ടല്ലേ ഇവിടെ തിരഞ്ഞിടണം പറയല കേട്ടോ മേലാൽ എന്ന് മൂലാൽ പറയാലോ ഇത് കേട്ടോ കള്ളോം പിന്നെ ഞാൻ പിടിച്ചാളാ വിളക്കിൽ വർക്കിയുടെ വള്ളക്കാരന് മാനഭംഗപ്പെടുത്താൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലും അവരെന്നെ മാനഭംഗപ്പെടുത്തി. അവനെങ്ങനെയാടാ ഇതിന്റെ മാനഭംഗപ്പെടുത്തിയത്? കള്ളൻ കോപ്പ എടുത്ത് തലവഴിക്കേ ഒഴിച്ച് മുക്കി. മാറിയ കൊച്ചമ്മയ്ക്ക് എപ്പോഴും ഒരു തമാശ. ഞാൻ ഇനി 4 പേരുടെ മുഖത്തോടെ എങ്ങനെ ഇറങ്ങി നടക്കും? മുല്ലക്കൽ വർക്കിയുടെ വേലക്കാരെ വേറെ ആരെങ്കിലും മാനഭംഗം ചെയ്തിട്ടുണ്ടോ? കൊച്ചമ്മ അപ്പുറത്തോട്ട് പോകട്ടെ. മുതലാളി അല്ലാതെ വേറെ ആരും മാനഭംഗം ചെയ്തിട്ടുമില്ല, ചെയ്യേയുമില്ല. തങ്ങളുടെ സൗമ്യത കാണിക്കുക. അമ്മച്ചിട്ട് തലയൊന്ന് നേരെ വയ്ക്കും. അവരെ നീ ഓർമ്മപ്പെടുത്തുക. നാളെ വൈകുന്നേരം ഞാൻ എറണാകുളം വരെ ഒന്ന് പോകും. എന്തിന്? നേരത്തെ നിശ്ചയിച്ചതാണ്. ഞങ്ങളുടെ കലാസമിതിയുടെ നാടകം ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ട്. നാടകം കളിക്കാൻ പോകുന്നു. ഇപ്പൊ നാടകമുണ്ടോടാ? എവിടെ ഇരിക്കുന്നു? ഇപ്പോഴത്തെ നാടകത്തിന് ഹാർമോണിസ്റ്റ് പോലും ഇല്ല. എന്നാൽ ആശ്രയ ഈ മലപ്പുറത്ത് നമുക്കൊരു നാടകം കളിച്ചിട്ടുണ്ട്. നീ വിളക്കളിച്ച് ചുമ്മാർന്ന് ഉറങ്ങണ മനുഷ്യരെ ശല്യപ്പെടുത്താതെ നിന്റെ നാടകം. മുതലാളി, നമ്മള് ചിട്ട എഴുതി വെച്ചിരുന്ന ആ നാടകം, നമ്മളെ പഴയ നാടകം, അത് തന്നെ പഠിച്ചു കളിച്ചാൽ മതി. ചിലതൊക്കെ ഞാൻ ഏച്ചു. നമ്മൾ തോക്കാൻ പാടില്ല. നമ്മൾ തോറ്റിട്ടില്ല, തോറ്റില്ല, തോക്കേവില്ല. മനുഷ്യൻ ഉറങ്ങാൻ സമയത്ത് ഒരു നാടകം കളി ഞാനും പോ. ഓ വർക്കി പുലർച്ചയ്ക്ക് തുടങ്ങിയതോടാ. എന്താ പറയാനാ എന്റെ മുതലാളി? കുഴി കുഴിച്ച് കുഴിക്കാത്തിരുന്നല്ലേ കൂട്ടി. പതുക്കെ തേടാ. നീ മണൽ വാരി ഇട്ടാണോ തേക്കണത്? അല്ലല്ല, കയ്യേല് കഴിക്കോലിന്റെ തഴമ്പുള്ളോണ്ടാ നോക്കുന്നത്. പതുക്കെ തേ. ഇപ്പഴേ പ്ലാസ്റ്റിക്കിന്റെ ഒരു ജാതി പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിട്ട് തേക്കാമെങ്കിൽ നല്ലതുപോലെ വെളുക്കും.
വർക്കി കുളിക്കുന്നത് കണ്ടാല് എരുമ കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്റെ പൊന്ന മുതലാളി കുളിക്കുന്നത് കണ്ടാ എനിക്ക് കൊതി തോന്നുന്നു. അങ്ങനെ ഒരു കഥ അവൻ പോയിട്ട് കാണാനും ഇല്ലല്ല. അവൻ 1000 ബലം വരാൻ കാത്തിരിക്കും. തന്റെ അപ്പൻ എന്തുട്ടോ ഈ കുഴിയും കുത്തിരുന്ന് കുളിക്കണ? പോയാലിറങ്ങിയാലേ താഴെ പോണ പരുവത്തിലെ രണ്ടുപേരും കുഴിയിൽ നിന്ന് കുളിക്കാൻ ഇവിടം വരെ വരണോ? വരുന്നതിന്റെ പ്രധാന പരിപാടി അവിടെ നടക്കുന്നു. എണ്ണയും തണ്ണിയും പിന്നെ തണ്ണിയും. അടുത്ത സപ്ലൈ വന്നല്ലോ. 111 ആണ്ട് വിഷയാചരിത്രം നാടക സെറ്റുകാർ ആലപ്പുഴയിൽ നാടകം കളിക്കാൻ പോകും. നാടകം കളിക്കാൻ പോകണം. കൂടെ ഞാനും ഉണ്ട്. ആരോ കൊച്ചി ചൗക്ക കടന്നു പീലാത്തോസിന് വയറ്റിളക്കവും തുടങ്ങി. പിന്നെ അന്ന് രാത്രി വയറ്റിളക്കവും തുടങ്ങി. കളിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ അന്ന് രാത്രി പീലാത്തോസിന്റെ വേഷം ഞാനും എടുത്ത് കറമ്പൻ അങ്ങനെ ഒരു ചമ്മന്തി മൂക്കിലായല്ലോ. അയ്യോ ജോണി